ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? ഞാനിന്നിപ്പോൾ രാവിലെ തൊട്ടുള്ള പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി. മയക്കത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയി. കാരണം ക്ഷീണമുണ്ട്. മലയ്ക്ക് പോയി വന്നതിൻ്റെ ക്ഷീണം വിട്ടിട്ടില്ല. നന്നായി ഉറങ്ങി. പിന്നെ നോക്കുമ്പോൾ വൈകിട്ട് 4 മണി. അപ്പോൾ ചിന്തിച്ച്, ദൈവമേ, വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് മുറുക്കണമെന്നും തോന്നി, താമ്പോലൊന്ന് തിന്നണമെന്നും തോന്നി. അപ്പം അതിനോടൊപ്പം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ താമ്പൂലം കഴിക്കുകയാണ്. താമ്പൂലം ഇപ്പം അങ്ങനെ കഴിക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ പല്ലിന് കേടായ കാരണം ഭയങ്കര വേദനക്കാരൻ കഴിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് വേണമെന്ന് തോന്നും. എന്താ ചെയ്യുക, ശീലിച്ച സ്വഭാവമല്ലേ. അപ്പോൾ ഇടയ്ക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് മുറുക്കും. ഇടയ്ക്കൊന്നും കടിക്കാൻ വയ്യ. ഇടയ്ക്കൊക്കെ പുട്ടുകൂടി പോലെ ഇടിച്ച് കഴിക്കപ്പോൾ അപ്പോൾ ഇതെന്താ കണ്ടോ, വാടി എന്താണത്? മൂത്ത വീട്ടിലല്ല അതില്ല. അപ്പോൾ വീട്ടിലാണ്ടില്ല മക്കളെ, ഒക്കെ തളർവിറ്റിലയുണ്ടോ മുഖലക്ഷണം പറയാൻ. മുഖലക്ഷണം പറയാമെന്നോ ചൊല്ലാന്നായിരിക്കും. അപ്പോൾ ഇതാണ് താമ്പൂലം. അപ്പോൾ നമ്മൾ മുറുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുറുക്കുമ്പോൾ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇത് നമ്മൾ പുറകിലിക്കണം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഈ തണ്ടിൽ ജ്യേഷ്ഠ കുടിയിരിക്കുന്നു എന്നാണ്. ജ്യേഷ്ഠ ഭഗവതി കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ജ്യേഷ്ഠ മനുഷ്യരായ നമ്മുടെ പുറമശത്താണ് കുടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ജ്യേഷ്ഠയെ അങ്ങോട്ടിടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കട പോയപ്പോൾ പിന്നെ ഈ തുമ്പ്, വീട്ടിലേടെ ഈ തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് നുള്ളിയെടുക്കണം. എന്നിട്ട് ഇതിനെ കൊടുത്ത് നമ്മൾ ഒരുപാട് അയക്കണം. അതെന്തിനാണ്? ഇവിടെ വാലിൻ്റെ അവിടെ സരസ്വതി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. സരസ്വതി എന്താണ്? അറിവും ബുദ്ധിയും ജ്ഞാനത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ വയ്ക്കണം. ഉണ്ടായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഈ വീട്ടിലെ മറച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ ഞെരുമ്പ് കാണുന്നുണ്ടോ? ഈ ഞെരുമ്പുകളൊക്കെ നഖം വെച്ച് ഇങ്ങനെ കളയണം. അതല്ലെങ്കിൽ പിഷാങ്കത്തി, ചെറിയ കത്തിയില്ലേ, ആ കത്തി കൊണ്ട് ഇങ്ങനെയാണ്. അത് കാരണം പണ്ടുള്ളവരെ മുറുക്കാൻ പാത്രത്തിലൊക്കെ ഒരു പിഷാങ്കത്തി ഉണ്ടാവും, കുഞ്ഞൊരു കത്തി. അതുകൊണ്ട് കളയും. കാരണം എന്താണ്? ഇതിൽ പാമ്പുണ്ടാവും, പാമ്പിച്ചി ഉണ്ടാവും. എന്ത് പാമ്പിച്ചാണ്? വീട്ടിലെ പാമ്പ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഉണ്ണാകുമ്പോഴത്തെ ഇങ്ങനെ ഇങ്ങോട്ട് തേക്കുക. അപ്പോൾ ചിലവർ 3 കൂട്ടി മുറുക്കും. എന്നാൽ താമ്പൂലം പൊട്ടി കഴിക്കണമെങ്കിൽ 4 കൂട്ടി മുറുക്കണം. 4 കൂട്ടി മുറുക്കാണ്ട് എന്ത് മുറുക്കാൻ? അപ്പോൾ എന്ത് പറയണം? 4 കൂട്ടി മുറുക്കും. അപ്പോൾ മുറുക്കണില്ലെങ്കിലും ഇവിടെ എപ്പോഴും വീട്ടിലുണ്ടാവണം. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഭഗവതി കൊള്ളുന്ന സ്ഥലമല്ലേ. അപ്പോൾ എപ്പോഴും താമ്പൂലം ഇവിടെ ഉണ്ടായിരിക്കും. മുറുക്കിയാലും മുറുക്കിനിലും അതെപ്പോഴും ഇവിടെ കരുതി വയ്ക്കും. ഞാൻ എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഇല്ലാത്തപ്പോൾ ദേവി ആരെങ്കിലും വേഷത്തിൽ വന്നിട്ട് മോനെ ഇത്തിരി വെള്ളം തരൂ. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കും. അത് കഴിയുമ്പോൾ പറയും, മോനെ ഇത്തിരി താമ്പൂലം തരൂ ചവയ്ക്കാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ദേവിക്ക് നമ്മളോട് വിഷമാവില്ല. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഇരിക്കണത്. ഇതിനൊക്കെ സംഭവിക്കും എന്നുള്ള വിചാരത്തോട്. കാരണം ഇതൊക്കെ ഞാൻ അങ്ങോട്ട് കരുതി വയ്ക്കും.
അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ഒന്ന് വിചാരിച്ച് തട്ടി പടഞ്ഞ് എഴുന്നേറ്റ്. അപ്പോൾ ഇങ്ങനെ മുറുക്കണം, അപ്പോൾ താമ്പോലം കാണിക്കണത് ഒരു പൂതി. അതാവട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വിഷയമുള്ളൂ. അപ്പം ശരീരം എല്ലാവരും ചോദിക്കുന്നുണ്ട് വയ്യായി ഇല്ല ക്ഷീണമില്ല എന്നൊക്കെ ഉണ്ട് മക്കളെ. ഈ ഒരു കൈ ഇപ്പോൾ ഭേദമായി വരുന്നുള്ളത് എന്ന് പറഞ്ഞാൽ മരപ്പൂള് പോലെയായിരുന്നു തരിച്ചിട്ട്. ഇവിടെ നിങ്ങോട്ട് തരിപ്പ്, ഇത് ഉള്ളന് കയ്യിലൊക്കെ തരിപ്പ്, പിന്നെ ക്ഷീണം വിട്ടുപോകണില്ല, കിടന്നപ്പോൾ ഉറങ്ങും, വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണില്ല. ഇതാണ് ഇപ്പോൾ പ്രശ്നം, ശരീരത്തിന് സുഖമില്ല. അപ്പോൾ പണികളൊക്കെ വേഗം അങ്ങോട്ട് കഴിച്ചിട്ട് കിടക്കലാണ്. അപ്പം നാളെ 30 വെള്ളിയാഴ്ച, നാളെ മാസഗുരുതി, അതായത് വൃശ്ചികമാസം 1 മുതൽ ധനു 11 വരെ 41 ഒരു മണ്ഡലം ഇവിടെ അമ്മയ്ക്കുള്ള ഗുരുതി പൂജയില്ല. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ഗുരുതി പൂജ ചെയ്യുന്നു 30 വെള്ളിയാഴ്ച. അപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മണ്ഡലം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച 30 വെള്ളിയാഴ്ച നമ്മൾ ഗുരുതി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കടയിലേക്കൊക്കെ പോകണം, കുളിച്ച് വിളക്ക് വെച്ചിട്ട് വേണം, പൂ മേടിക്കണം, പൂജസ്ഥാനങ്ങൾ മേടിക്കണം. അപ്പോൾ ശരി കേട്ടാ, കാണാം. ലൈക്ക് ചെയ്യേ എല്ലാവരും കേട്ടാ.